ആദ്യ പുസ്തകം അദ്ധ്യായം 39. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മെദിയാന്യർ യൗസേപ്പിനെ മിസ്രയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ അവിടേക്ക് കൊണ്ടുപോയ അറബികളുടെ പക്കൽ നിന്ന് ഫറവോന്റെ സൈന്യാധിപനും ഉദ്യോഗസ്ഥനുമായ പൊത്തിഫേർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് യൗസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ മിസ്രയീംകാരനായ തൻ്റെ യജമാനന്റെ ഭവനത്തിൽ പ്രശോഭിതനായി തീർന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവിനെ വിജയിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അവൻ്റെ കണ്ണിൽ യൗസേപ്പിന് കരുണ ലഭിച്ചു. അവൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അയാൾ തൻ്റെ ഭവനത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും അവന് അധികാരം നൽകി. അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. തൻ്റെ ഭവനത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും അവനെ അധികാരപ്പെടുത്തിയ സമയം മുതൽ യൗസേപ്പ് നിമിത്തം കർത്താവ് ആ മിസ്രയീംകാരന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. അവൻ്റെ ഭവനത്തിലും വയലിലുമുള്ള സകലത്തിനും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. തനിക്കുള്ളതെല്ലാം അവൻ യൗസേപ്പിന്റെ കൈവശം വിട്ടു. താൻ തിന്നുന്ന അപ്പമല്ലാതെ മറ്റൊന്നും അവൻ അറിഞ്ഞില്ല. യൗസേപ്പ് കാഴ്ചയ്ക്ക് സുന്ദരനും യോഗ്യനുമായിരുന്നു. യൗസേപ്പിനെ ശ്രേഷ്ഠനാക്കിയ പരീക്ഷ. ഈ കാര്യങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്തെന്നാൽ യജമാനന്റെ ഭാര്യ യൗസേപ്പിന്മേൽ ദൃഷ്ടി പതിച്ചു. എന്നോടുകൂടെ ശയിക്കുക എന്ന് അവൾ അവനോട് പറഞ്ഞു. എന്നാൽ അവന് മനസ്സായില്ല. അവൻ യജമാന ഭാര്യയോട് പറഞ്ഞത്, ഇതാ, തൻ്റെ വീട്ടിൽ എൻ്റെ കൈവശമുള്ളത് ഒന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ള സകലവും അവൻ എൻ്റെ അധികാരത്തിൽ ആക്കിയിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ആരുമില്ല. നീ അവൻ്റെ ഭാര്യയായകയാൽ നിന്നെയല്ലാതെ ഒന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. ഞാൻ ഈ തിന്മ പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ദിനം തോറും അവൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അവളോടുകൂടെ ശയിക്കുവാനോ അവളോടുകൂടെ ഇരിപ്പാനോ തക്കവണ്ണം അവൻ അവളെ ശ്രദ്ധിച്ചില്ല. ആ ദിവസങ്ങളിലൊന്നിൽ യൗസേപ്പ് തൻ്റെ ജോലി ചെയ്യുവാൻ വീട്ടിനകത്ത് പ്രവേശിച്ചു. അപ്പോൾ അവിടെ ആ വീട്ടിലുള്ളവരിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ മേലങ്കി പിടിച്ച് എന്നോടുകൂടി ശയിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ തൻ്റെ മേലങ്കി അവളുടെ കയ്യിൽ ഉപേക്ഷിച്ചിട്ട് തെരുവിലേക്ക് ഓടിപ്പോയി. അവൻ തൻ്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് ഓടിയിറങ്ങിപ്പോയി എന്ന് അവൾ കണ്ടപ്പോൾ അവൾ തൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് പറഞ്ഞു, നമ്മെ അപമാനിക്കുവാൻ അവനൊരു ദാസനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്നോടുകൂടി ശയിക്കുവാൻ കടന്നു വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ പക്കൽ ഇട്ടിട്ട് ഇറങ്ങി തെരുവിലേക്ക് ഓടിപ്പോയി. ഗൃഹനാഥൻ വരുന്നതുവരെ അവൾ ആ മേലങ്കി തൻ്റെ അടുക്കൽ വച്ചിരുന്നു. അവൾ അവനോട് ഈ വാക്കുകൾ പോലെ തന്നെ പറഞ്ഞു, നീ കൊണ്ടുവന്ന എബ്രായ ദാസൻ എന്നെ അപമാനിക്കുവാൻ കടന്നു വന്നു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ്റെ മേലങ്കി എൻ്റെ അടുക്കൽ വിട്ടിട്ട് അവൻ ഇറങ്ങി തെരുവിലേക്ക് ഓടിപ്പോയി. നിന്റെ ദാസൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ
യജമാനന്റെ കോപം ജ്വലിച്ചു. അവനെ കൊണ്ടുപോയി രാജാവിന്റെ ബന്ധനസ്ഥരെ ഇടാറുണ്ടായിരുന്ന കാരാഗൃഹത്തിലിട്ടു. അങ്ങനെ അവൻ അവിടെ കാരാഗൃഹത്തിലായി. കർത്താവ് യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവനോട് കരുണ ചെയ്തു കാരാഗൃഹ പ്രമാണിയുടെ ദൃഷ്ടിയിൽ അവന് ദയ ലഭിക്കുമാറാക്കി. അവൻ കാരാഗൃഹത്തിലുള്ള എല്ലാ തടവുകാരെയും അവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവനെ ഭരമേൽപ്പിച്ചു. അവൻ്റെ കീഴിലുള്ളതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. എന്നാൽ കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് സഫലമാക്കിയിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.